പരിശുദ്ധവും പരിപാവനവുമായ ഏറെ അജബുകൾ നിറഞ്ഞ ഒരു വെള്ളിയാഴ്ച പകലിലാണ് നാം ഉള്ളത്. ഈ വെള്ളിയാഴ്ച നിങ്ങൾക്ക് തരുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണെന്ന് അറിയാം? ഒരു 10 മന്ത്രങ്ങളാണ്. ഈ 10 ടിപ്സുകൾ നിങ്ങൾ ചേർത്ത് പിടിച്ചാൽ, ഈ 10 മന്ത്രങ്ങളെ ചേർത്ത് പിടിച്ചാൽ ഉറപ്പായും ഒരു വർഷം അള്ളാന്റെ കാവല് കിട്ടുന്ന അത്ഭുതത്തിന്റെ 10 ദിക്റുകളെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജീവിതത്തിൽ ചേർത്തു പിടിച്ചാൽ വിജയം സുനിശ്ചിതമെന്ന അനുഭവങ്ങളിലൂടെ ഒരുപാട് ആളുകൾ നമ്മെപ്പോലെ സാധാരണക്കാർ അനുഭവത്തിലൂടെ അറിഞ്ഞ ഒരു അത്ഭുതത്തിന്റെ 10 ദിക്റുകൾ, 10 ടിപ്സുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹു പഠിക്കുവാനും പകർത്തുവാനും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അല്ലാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് വിശദീകരണമില്ല, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇന്ന് പറഞ്ഞു പോവുകയാണ്. ഇന്ന് പരിശുദ്ധമായൊരു വെള്ളിയാഴ്ച സുദിനം. ഒരുപാട് വിശ്വാസികൾ ഒരുപാട് ഇബാദത്തിന് വേണ്ടി കാത്തിരുന്ന ഏറ്റവും വലിയ അനുനിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഈ സുന്ദരമായ നിമിഷത്തിൽ എൻ്റെ പ്രിയമുള്ളവരെ, ഏറെ ദുആക്ക് ഇജാബത്തുള്ള ഏറ്റവും പുണ്യകരമായ ഒരു നിമിഷത്തിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം ഒരു 10 മന്ത്രങ്ങളെ പറ്റിയാണ്. നമുക്കറിയാവുന്ന ദിക്റുകളായിരിക്കും, അറിയാവുന്ന നാമങ്ങളായിരിക്കും, പക്ഷേ അതിന്റെ ഉപയോഗം നമുക്ക് പലർക്കും അറിയില്ല. എന്നാൽ കേട്ടോളിൻ, ഒന്നാമത് നമ്മൾ ചേർത്ത് പിടിക്കേണ്ട, നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എൻ്റെ ഈ മജ്‌ലിസ് കേൾക്കുന്ന, ഈ വോയിസ് ഓഫ് ഷെഫീഖ് ബദ്രി എന്ന ചാനലിലൂടെ എൻ്റെ വോയിസ് കേൾക്കുന്ന ഉമ്മമാർക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ വീടുകളിൽ നമ്മിൽ രോഗികളല്ലാത്ത ആരാ ഉള്ളത്? ഉണ്ടോ? അപൂർവങ്ങൾ ആളുണ്ടാവുള്ളൂന്നേ. മുട്ടുവേദന, നടുവേദന, തലവേദന, അങ്ങനെ പല രോഗങ്ങൾ. അതുപോലെ ടെൻഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? മക്കളുടെ വിഷയത്തിൽ, സമ്പത്തിന്റെ വിഷയത്തിൽ, കച്ചവടത്തിന്റെ വിഷയത്തിൽ, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രതിബന്ധങ്ങളുടെ മഴവെള്ള പാച്ചിൽ തന്നെ നമുക്കിടയിലുണ്ട്, അല്ലേ? അള്ളാഹു അതെല്ലാം സലാമത്തിലാക്കട്ടെ, അള്ളാഹ് ഖൈറിലാക്കി തന്നെ ഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, അങ്ങനെ തുടങ്ങിയുള്ള ദുരന്തങ്ങളുടെ, ദുരിതങ്ങളുടെ, ആവലാദികളുടെ, വേവലാദികളുടെ, കണ്ണുനീരിന്റെ എല്ലാം പരിഹാരം ഈ 10 മന്ത്രത്തിലുണ്ടെന്ന് മഹാരഥന്മാർ. ഒന്നാമത്തത്, ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, ഈ വെള്ളിയാഴ്ച തൊട്ട് തന്നെ തുടങ്ങാം. ഈ വെള്ളിയാഴ്ച വിഷയം തന്നെ പറയാൻ കാരണം, ഒരാൾ പരിശുദ്ധമായ വെള്ളിയാഴ്ച ജുമഅയ്ക്ക് മുമ്പ്, ഉമ്മമാരെ, സഹോദരിമാരെ, ളുഹർ നമസ്കാരത്തിന് മുമ്പ് നിങ്ങൾ യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ് എന്ന് 200 വട്ടം നിങ്ങൾ ചൊല്ലിയാൽ മഹാരഥന്മാർ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ സകലമാന നേട്ടങ്ങളും അള്ളാഹു അടുപ്പിച്ചു തരുമെന്നാണ്. എല്ലാ ബുദ്ധിമുട്ടുള്ള മാറ്റി തരുമെന്നാണ്. ദുആക്ക് ഇജാബത്ത് ഉണ്ടാവുന്നതാണ്. സന്തോഷ സമാധാനം ഉണ്ടാവുന്നതാണ്. ആലോചിച്ച് നോക്കിയേ, ഇത് ഇസ്മുൽ അഅ്ലമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെയുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഒന്നാമത്തത് യാ അല്ലാഹ്, ജുമഅയ്ക്ക് മുമ്പ്, ഇന്ന് ജുമഅയ്ക്ക് മുമ്പ് 200 വട്ടം ഓതി തീർക്കിൻ. നിങ്ങൾ ദുആ ചെയ്യിൻ, ദുആക്ക് ഇജാബത്ത് ഉണ്ടാകും. രണ്ടാമത്തെ മന്ത്രം ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം വളരെ കുറവാണ്, നമുക്ക് വേഗം പറഞ്ഞ് അവസാനിപ്പിച്ച് ദുആ ചെയ്യാം. അള്ളാഹ് സ്വീകരിക്കട്ടെ. രണ്ടാമത്തത്, കടമില്ലാത്ത ആരും ഉണ്ടാവില്ല ഉസ്താദെ, കടാണ്, ബാധ്യതയാണ് ഉസ്താദെ, വീടില്ല ഉസ്താദെ, അതുകൊണ്ട് നിങ്ങൾ ദ്വാരക്കണം, കടം വേണ്ടി, നിങ്ങൾ കടം മാറാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്ക പറഞ്ഞ് എത്ര കമന്റുകൾ നമുക്ക് വായിക്കാൻ കഴിയും. ഉമ്മമാരെ കേട്ടോളി, നിങ്ങൾ പുറത്തേക്ക് പോയിട്ട് വരുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോൾ നിങ്ങൾ സലാം പറയാറുണ്ട്, ഇല്ലേ? പറയാറില്ലേ? അങ്ങനെ പറയണൂട്ടാ. വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു അസ്സലാമു അലൈക്കും പറയണം. ആരും ഇല്ല ഉസ്താദ്, പിന്നെ എന്തിനാ സലാം പറയണേ? മലക്കുണ്ടടോ, അവിടെ ജിന്നുണ്ടടോ, അവര് സലാം അടക്കട്ടെ, അതുപോലെ ബറക്കത്തല്ലേ? അള്ളാന്റെ മലക്ക് നമുക്ക് സലാം അടക്കി എന്താ പ്രതിഫലം? അപ്പൊ മലക്കുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുക? സലാം അടക്കുക. അൽഹംദുലില്ലാ. അപ്പൊ എന്ത് ചെയ്തു? ആ മലക്കുകൾക്ക് നമ്മൾ സലാം അടക്കി, നമ്മൾ സലാം പറഞ്ഞു അസ്സലാമു അലൈക്കും. ഇവിടെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക, മനസ്സിൽ ഒരു ഫാത്തിഹ പാരായണം ചെയ്യുക, അതോടൊപ്പം ഒരു ഇഖ്ലാസ് പാരായണം ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതിങ്ങനെ പതിവാക്കിയാൽ നിങ്ങൾ അറിയാത്ത മാർഗത്തിലൂടെ കടങ്ങൾ തീരുന്നത് നിങ്ങൾക്കറിയാൻ കഴിയും. ഉസ്താദെ, പൈസ ഒക്കെ, ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്, കടമൊന്നും അങ്ങോട്ട് തീരണില്ല ഉസ്താദെ, ഇത് പതിവാക്കിക്കോ. സമ്പത്തുണ്ട്, കടം തീരണില്ലെന്ന് പറയുന്നവരുണ്ട്. സമ്പത്തില്ല, കടം തീരണില്ല, രണ്ടും രണ്ടാണ്. സമ്പത്തുണ്ടായിട്ടും കടം തീരാത്തവരുണ്ട്. പക്ഷെ അള്ളാഹ് വിചാരിക്കണം, ഇതൊന്ന് പതിവാക്കി നോക്കിക്കേ, നിങ്ങൾ അറിയാത്ത മാർഗത്തിലൂടെ അള്ളാഹു ഇങ്ങനെ നിങ്ങളെ സഹായിച്ചു കൊണ്ടേയിരിക്കുമെന്ന് മഹാരഥന്മാർ. രണ്ടെണ്ണമായില്ലേ? മൂന്നാമത്തെ മന്ത്രം, ജോലിയിൽ ബറക്കത്ത്. ഉസ്താദെ, കൂലിപ്പണിയ, മദീനെ, ഉസ്താദെ പ്രവാസിയ, ബറക്കത്ത് ചെയ്യട്ടേനെ. ഉസ്താദെ, വീട്ടിൽ നിന്ന് ജോലി ചെയ്യണം, തയ്യൽ ജോലിയാണ്, ആയിക്കോട്ടെ, അതിലൊക്കെ ബറക്കത്ത് വേണോ? മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണെന്നറിയോ? ഹൗക്കലത്ത് നിങ്ങൾ പാരായണം ചെയ്യുക. ലാ ഹൗല ലേഹിയം, ലാ ഹൗല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇതറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ഉമ്മമാരെ, സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരു 100 വട്ടം നിങ്ങളതും കൈമുതലാക്കിക്കേ. ഇതൊരു ഗുളികയാക്കി, ഒരു ടാബ്ലറ്റ് ആക്കി, ഒരു ഇൻസുലിൻ ആക്കി നിങ്ങൾ അങ്ങ് ചേർത്ത് പിടിച്ച് എല്ലാ ദിവസവും മുടങ്ങാതെ സുബഹി നിസ്കാരിക്കാൻ പറ്റൂല, അശുദ്ധിയാണ്. ഇതിന് അശുദ്ധി പ്രശ്നമില്ല. എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞിട്ട് ഒരു 101 വട്ടം നിങ്ങളിത് പതിവാക്കി നോക്കി, ഉറപ്പായും നിങ്ങൾക്ക് ജോലി ബർക്കത്തുണ്ടാകും.
ജോലി ഉസ്താദ് ഞങ്ങൾക്ക് ജോലിയൊന്നുമില്ല, വീട്ടു ജോലി, അതിൽ ബറക്കത്ത് വേണ്ടേ? അതൊരു ജോലിയല്ലേ? ആ വീട്ടു ജോലിയിൽ ബറക്കത്താണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലീൽ. മുടങ്ങാതെ നിങ്ങളിത് ചേർത്ത് പിടിക്കും. അനുഭവം നിങ്ങൾക്ക് അറിയിക്കാൻ കഴിയും. ഉറപ്പായിട്ടും അനുഭവം ഉണ്ടാവും. എത്രയോ ആളുകൾ അനുഭവങ്ങളാണ്. തഴവ ഉസ്താദ് ലേഹ്യം എന്നാണ് അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ മൂന്നെണ്ണായില്ലേ, നാലാമത്തെ അള്ളാഹു എന്ത് ചോദിച്ചാലും തരണം. അങ്ങനെയല്ലേ നമുക്ക് വേണ്ടത്? വീടാകട്ടെ, ദുനിയാവും ആഖിറവും നമുക്ക് കിട്ടണം. അതിനെന്താ വേണ്ടേ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ബദറിന്റെ മണ്ണിൽ സുജൂദിൽ കിടന്ന് ചോദിച്ചൊരു ഇസ്മുണ്ട്. അത് നമ്മൾ ചേർത്ത് പിടിക്കുക. ഏതാണ്? യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഈ ഒരു ഇസ്മിനെ ചേർത്ത് പിടിച്ചാൽ ഉറപ്പായും നിങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കണം. 100 വട്ടം അള്ളാഹിനോട് ചോദിച്ചിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലൂടെ, ബദറിന്റെ മണ്ണിലൂടെ, സ്വഹാബത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യമാണ് യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഇത് ചേർത്ത് പിടിക്കുക. അതുപോലെ അഞ്ചാമത്തത്, മക്കള് നന്നാകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും അല്ലേ? മക്കള് നന്നാകാൻ, ഉസ്താദേ മക്കള് പറഞ്ഞാൽ കേൾക്കണില്ല എന്ന സങ്കടങ്ങളുടെ, നൊമ്പടങ്ങളുടെ വലിയൊരു വേദന തരുന്ന എത്ര ഉമ്മമാരുണ്ടെന്നറിയോ? എന്നാൽ മക്കള് നന്നാകാൻ ശ്രദ്ധിക്കുക. ഗർഭവതികൾ ഉണ്ടാകുമല്ലോ, അവിടെ തൊട്ട് തുടങ്ങാം. ഭാര്യ ഗർഭവതിയാണ്, ഭാര്യ പ്രസവിക്കുമ്പോൾ ഭർത്താക്കന്മാരെ നിങ്ങൾ അടുത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മമാരടുത്തെങ്കിൽ അവരോട് പറയുക, പരിശുദ്ധമായ ഖുർആനിലെ ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത്, സൂറത്തിലെ ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ എന്ന് പറയുന്ന ഈ ഒരൊറ്റ ആയത്ത്, ഈ ആയത്ത് ഒരു വട്ടം കുഞ്ഞിന്റെ തലയിൽ ഓതി മന്ത്രിക്കുക. ആ കുഞ്ഞ് നന്നാവുന്നതാണ്. ഉസ്താദേ ഇനി എന്റെ ഭാര്യ പ്രസവിക്കൂല, ഇനി എനിക്ക് പ്രസവിക്കാൻ പറ്റൂല, എന്റെ കുട്ടി വലുതായി, പറഞ്ഞാൽ കേൾക്കണില്ല, ഇനി എന്താ മാർഗം? അതിന് മാർഗമുണ്ട്. വലിയ കുട്ടികളാണെങ്കിൽ സൂറത്തുൽ ഫത്ഹിന്റെ അവസാനത്തെ ആയത്ത്, അതിന് മഹത്വം നമ്മൾ പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് തുടങ്ങുന്ന ആ ആയത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതിലേക്ക് ഒറ്റ വട്ടവും സൂറത്തു ആ ആയത്ത് ഓതുക, അതിലേക്ക് ഊതുക, കുട്ടിയെ കൊടുക്കുക. ഇത് പതിവാക്കുക. ഉസ്താദേ ഭയങ്കര വാശിയാ കുട്ടിക്ക്, എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും മാർഗമുണ്ടോ? ഉണ്ടുമ്മ, ഖുർആനും തിരുസുന്നത്തും ഇല്ലാത്ത എന്താ ഉള്ളേ? അള്ളാന്റെ അസ്മാഉൽ ഹുസ്ന ഇല്ലാത്ത എന്താ ഉള്ളേ? യാ മുഹസ്സി യാ അല്ലാഹ്, യാ മുഹസ്സി യാ അല്ലാഹ്, യാ മുഹസ്സി യാ അല്ലാഹ് 21 വട്ടം ആ കുഞ്ഞിന്റെ തലയിലൊന്ന് മന്ത്രിച്ച് വാശി മാറുമെന്ന് മഹാരഥന്മാർ. അപ്പൊ എത്ര എണ്ണമായി? 5 മന്ത്രമായി. ഇനി 6ാമത്തെ മന്ത്രം, വെള്ളിയാഴ്ച നിങ്ങൾക്കൊരു സമ്മാനം. 6ാമത്തെ മന്ത്രം ജോലിയിൽ ഉയർച്ചയ്ക്കും ബറക്കത്തിനും വേണ്ടി. ജോലി ഉയർച്ച ഉണ്ടാകണം. എന്നൊരു ജോലി അവസ്ഥ, സ്ഥാനക്കയറ്റം കിട്ടിയ ശമ്പളം ഉണ്ടാകും, പക്ഷെ അങ്ങോട്ട് മാറ്റി കിട്ടണമെന്നില്ല. എന്താ മാർഗം? നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? വലതു കൈ നമ്മുടെ ഇടത് നെഞ്ചിൽ വെക്കുക. വലതു കൈ ഇടത് നെഞ്ചിൽ വെച്ചുകൊണ്ട് യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് 71 വട്ടം പതിവാക്കുക. എല്ലാ ദിവസവും നമ്മുടെ വലത് കൈ എടുക്കുക, ഇടത് നെഞ്ചിലേക്ക് വെക്കുക, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ് 71 വട്ടം പതിവാക്കി ദ്വാരക്ക് അള്ളാഹു തരുമെന്നാണ്. അതുപോലെ ഇനി അടുത്ത 7ാമത്തത്, എല്ലാം നമ്മുടെ കയ്യിലുണ്ടെന്നേ. 7ാമത്തത് സാമ്പത്തിക ഐശ്വര്യം. കുറഞ്ഞ സമ്പത്തേ ഉള്ളൂ, കുറഞ്ഞ ശമ്പളേ ഉള്ളൂ, പക്ഷെ അതിൽ ബറക്കത്ത് ഉണ്ടാകണം, അതിൽ ഐശ്വര്യം ഉണ്ടാകണം. 40 ദിവസം, ഒരു ദിവസം 40 വട്ടം വെച്ച് യാ അസീസു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ് ഒരു ദിവസം 40 വട്ടം വെച്ച് 40 ദിവസം മുടങ്ങാതെ ചൊല്ലിക്ക് അള്ളാഹു സമ്പത്തിൽ ഉയർച്ച തരുമെന്നാണ്. സാമ്പത്തിക ശേഷി ഉണ്ടാകുന്നതാണ്. കടങ്ങൾ തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു എളുപ്പ വഴിയെന്നാണ്. തിരിച്ചു തരാൻ, നമ്മൾ കടം കൊടുത്ത് തിരിച്ചു കിട്ടണില്ല, ഇത് പതിവാക്കിക്കോളിൻ. ഒരു ദിവസം 40 എണ്ണം വെച്ച് 40 ദിവസം ചൊല്ലിക്കോളിൻ. ഇനി നമ്മുടെ വീട്ടിൽ രോഗികളുണ്ടോ? ഇല്ലാതിരിക്കോ? നമ്മളൊക്കെ രോഗികളെ ഉസ്താദേ. എന്നാലേ രോഗികളുണ്ട് എങ്കിൽ, കിടപ്പ് രോഗികളുണ്ടെങ്കിൽ, നമ്മുടെ ഉമ്മ രോഗിയാ, വാപ്പ രോഗിയാ, അതിനടുത്തേക്ക് വന്നിരുന്നിട്ട് യാ സലാമു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ് ഒരു 100 വട്ടം ഓതിയിട്ട് അവരൊന്ന് മന്ത്രിച്ച് രോഗം മാറും. മരണമാണ് ഹൈറെങ്കിൽ ഈമാനോടെ മരണം കിട്ടും. ജീവിതമാണ് ഹൈറെങ്കിൽ രോഗം മാറി വേഗം ആഫിയത്താകുന്നു. എല്ലാ ദിവസവും ചെയ്യണം. ഒറ്റ ദിവസം കൊണ്ട് മാറാൻ നമ്മൾ ഔലിയാക്കന്മാരൊന്നുമല്ല. നമ്മളിങ്ങനെ പതിവാക്കി അതിന്റെ ബലം നമുക്ക് കാണാൻ കഴിയും. 8 എണ്ണമായില്ലേ? എണ്ണുന്നുണ്ടെങ്കിൽ 8 എണ്ണമായി. ഇനി 9ാമത്തത് ജനങ്ങൾക്കിടയിൽ മതിപ്പ് കൂടാൻ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ അംഗീകരിക്കണം, ഭാര്യ ഭർത്താവിനെ അംഗീകരിക്കണം, ഭർത്താവ് ഭാര്യ അംഗീകരിക്കണം, ഭാര്യയുടെ വീട്ടിൽ നമ്മൾ അംഗീകരിക്കണം. ഇതിനൊക്കെ എന്തുകൊണ്ടെന്നറിയോ? 121 വട്ടം വെച്ച് യാ മലിക്കു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ് 121 വട്ടം എല്ലാ ദിവസവും പതിവാക്കുക. ഇതൊക്കെ എപ്പോ ചൊല്ലിത്തീർക്കും? നിസ്സാര സമയം മതിയെന്നേ. അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. 10ാമത്തത് ആക്സിഡന്റിൽ നിന്ന് രക്ഷ. എത്രയോ അപകടങ്ങളാ വരുന്നത്, ആലോചിച്ച് നോക്കിയേ. ഈ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ തിങ്കളാഴ്ച എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ കല്യാണമായിരുന്നു. ഞായറാഴ്ച വൈകുന്നേരം പുതിയാപ്പിള വീട്ടിൽ നിന്ന് പുതിയവന്റെ വീട്ടിലേക്ക്
വസ്ത്രങ്ങൾ കൊണ്ടുപോകുന്ന രീതി പല നാട്ടിലുണ്ട്. പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ആ പുതിയാപ്പിളയുടെ വീട്ടുകാർ സഞ്ചരിച്ചിരുന്ന വാഹന അപകടത്തിൽപ്പെട്ടു. 13 വയസ്സുള്ള ഒരു പൊന്നുമുള്ള നട്ടല് സംഭവിച്ചു. നട്ടല് പൊട്ടി, ഇനി പ്ലേറ്റ് വെക്കണമെന്നാണ് പറയണേ. 13 വയസ്സേ ഉള്ളൂ. ആ കുഞ്ഞിപ്പോഴും ഐസിയുവിലാണ്. അള്ളാഹു ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കി, അപകടം എപ്പോഴും വരാം. നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വാഹനത്തിൽ പോകുന്നവരെ അള്ളാഹ് കാക്കട്ടെ. അങ്ങനെ ഉണ്ട്, അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാ ദിവസവും 100 വട്ടം യാ ബാരി ഉയാ അല്ലാ, യാ ബാരി ഉയാ അല്ലാ, യാ ബാരി ഉയാ അല്ലാ, യാ ബാരി ഉയാ അല്ലാ എന്ന് പതിവാക്കിക്കോളി. അള്ളാഹു കാത്തുരക്ഷിക്കുമെന്നാണ്. ഈ 10 മന്ത്രങ്ങൾ ചേർത്ത് പഠിക്കുക ഈ വെള്ളിയാഴ്ച. അതോടൊപ്പം കഹ്ഫ് മറക്കല്ലേ, സ്വലാത്ത് മറക്കല്ലേ. സാധാരണ വെള്ളിയാഴ്ച നമ്മൾ ഓരോ സ്വലാത്താ പഠിപ്പിക്കുന്നത്. ഇന്ന് 10 മന്ത്രം നിങ്ങൾക്ക് തന്നു എന്ന് മാത്രം. സ്വലാത്ത് ഒരു 100 എണ്ണം നമ്മൾ ചൊല്ലണം. ഖബർ സിയാറത്ത് പുരുഷന്മാര് മറക്കല്ലേ. ഉമ്മമാരെ ദുഹറിന്റെ സമയം നിങ്ങൾ പാഴാക്കല്ലേ. ജുമാ മഹത്തമാണ്, അടുക്കളയിൽ പാഴാക്കരുത്. ഖുർആൻ ഓതുക, ദിക്റിലായി ചിലവഴിക്കുക. അസറിന് ശേഷമൊക്കെ ദുആ ഇജാബത്തുള്ള സമയമാണ്. പരിശുദ്ധവും പരിപാവനവുമായി സുന്ദരമായ അനുനിമിഷങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ മുഹറമൊക്കെയാണ്. അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ 10 മന്ത്രങ്ങൾ ഒരു പ്രത്യേകത ശ്രദ്ധിച്ച, ഈ 10 കാര്യങ്ങളും അശുദ്ധി ഉള്ളപ്പോഴും ചൊല്ലാം. നിസ്കരിക്കാൻ പറ്റൂല, പക്ഷെ ഇത് ചൊല്ലാം. ദിക്റുകളാണ്, ഇസ്മുകളാണ്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആപത്ത് അപകടങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആവസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹു പ്രദാനിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതോടൊപ്പം വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ബദറൻ തീരം എന്ന ചാനൽ ഇൻഷാ അല്ലാഹ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ ലിങ്ക് താഴെ കമന്റിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കയറാൻ കഴിയും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.